ഈ ദൈവവചനം പഠിക്കുമ്പോൾ, ഓരോ വചനവും വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കരുത് അതിനകത്തെ ആശയങ്ങൾ ഭയങ്കര ഓരിത്തെരിപ്പിക്കുന്ന ആശയങ്ങളാണോ, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്ന ആശയങ്ങളാണോ. ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട ഏത് വചനം നമ്മൾ വായിച്ചാലും ആ വചനം വായിക്കുമ്പോൾ ഒരു അനുഗ്രഹമുണ്ട്. അത് ഏത് വചനം, അത് വംശാവലി വായിക്കുകയാണെങ്കിലും അനുഗ്രഹമുണ്ട്. വംശാവലി വായിക്കുമ്പോൾ കുറേ പേരുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ, അതിനകത്ത് ആശയമൊന്നുമില്ല. വംശാവലി വായിച്ച് ഓരിത്തിരിച്ച വല്ലവരും ഇതിനകത്തുണ്ടോ? വംശാവലി വായിച്ചപ്പോൾ ഗൂസ് ബംസ് വന്നവർ വല്ലതും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? രോമാഞ്ചം വന്നവർ ആരും ഇല്ലല്ലോ. ഇല്ല, ഉറക്കം വന്നതേ ഉള്ളൂ. പക്ഷെ വംശാവലി വായിക്കുമ്പോൾ പോലും അനുഗ്രഹമുണ്ട്. കാരണം എഴുതപ്പെട്ട വചനം, അത് ഏത് വചനം എടുത്ത് വായിച്ചാലും അതിനകത്ത് അനുഗ്രഹമുണ്ട്. കാരണം വചനം പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. വചനം, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എപ്പോഴും എല്ലാം വചനമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു പറയുകയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. എല്ലാം വചനം. അപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ ഓരോ വചനവും നിങ്ങൾ മടുക്കരുത്. വചനം, ഓരോ വചനവും വായിക്കണം. ആ വചനം വായിച്ച് അത് മനസ്സിലാക്കി പോകണം. ഈശോ പറഞ്ഞ എന്താണ്? ഒരു വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ചിലത് വഴിയരികിൽ വീണു. വഴിയരികിൽ വീണപ്പോൾ അതിനെന്ത് സംഭവിച്ചു? മനുഷ്യരതിനെ ചവിട്ടി തേച്ചു. പിന്നെ കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേറെ കുറച്ച് എന്ത് ചെയ്തു? എവിടെ വീണു? പാറമേൽ വീണു. അപ്പോൾ എന്ത് പറ്റി? ആ കുറച്ച് കിളികൾ വന്ന് കുറച്ച് വചനത്തെ കൊത്തിക്കൊണ്ടുപോയി. എന്താണ് ഈ കിളികൾ വന്ന്? കിളി എന്താ? കിളി എന്ന് പറഞ്ഞാൽ പിശാചാണ്. അതായത് വിതയ്ക്കപ്പെട്ട വചനത്തെ ആര് വന്ന് എടുത്തുകൊണ്ട് പോകും? പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകും. പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് ഈശോ അതിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഏത് വചനം പിശാച് വന്ന് എടുത്തുകൊണ്ട് പോണേ? ഒരു മനുഷ്യൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തപ്പോ സാത്താൻ വന്ന് എടുത്തുകൊണ്ട് പോകും. ഗ്രഹിച്ച വചനം പിശാച് എടുക്കത്തില്ല. മനസ്സിലായോ? ഒരു വചനം ഗ്രഹിച്ചാൽ അതിന്റെ മേൽ പിശാചിന് അവകാശമില്ല. അത് ഉറച്ചുപോയി, അത് വളർന്നു, അത് ചെടിയായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഗ്രഹിക്കാത്ത വചനമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ സെക്കൻഡ് സാറ്റർഡേ വരുന്നു, ഇവിടെ വന്നിരിക്കുന്നു, കുറച്ചു നേരം ഇരുന്ന് മയങ്ങുന്നു, നല്ല ഉറക്കം കിട്ടി, ഹല്ലേലൂയ, വീട്ടിലേക്ക് പോകുന്നു. എന്ത് സംഭവിച്ചു? വിതയ്ക്കപ്പെട്ട വചനം പിശാച് വന്നെടുത്തു. അത് ഗുണപ്പെടില്ല, അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാവില്ല. അപ്പൊ അതുകൊണ്ട് വചനം ഗ്രഹിക്കണം.